വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 19 മുതൽ 22 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 23. ശക്നോതി ഹൈവ യഃ സോഢും പ്രാക്ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. അന്വയം: യഃ ശരീരവിമോക്ഷണാത് പ്രാക് ഇഹ ഏവ കാമക്രോധോദ്ഭവം വേഗം സോഢും ശക്നോതി. യാതൊരുവൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെ വച്ച് തന്നെ കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന ക്ഷോഭത്തെ സഹിക്കാൻ, ജയിക്കാൻ ശക്തനാകുന്നുവോ, സഹ നരഃ യുക്തഃ സഹ സുഖി. ആ മനുഷ്യൻ യോഗിയാകുന്നു, അയാൾ സുഖിയുമാകുന്നു. അതായത്, ഒരാൾ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ വച്ച് തന്നെ കാമക്രോധങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന മനസ്സിൻ്റെ ക്ഷോഭത്തെ ജയിക്കാൻ ശക്തനായിത്തീരുന്നുവെങ്കിൽ അയാൾ യോഗിയാകുന്നു, അയാൾ ശാശ്വതമായ സുഖവും അനുഭവിക്കുന്നു. കാമക്രോധങ്ങളെ ജയിക്കാൻ കഴിയുമെങ്കിൽ ഈ ലോകത്തിൽ ഈ ശരീരത്തോടു കൂടി തന്നെ ശാശ്വത സുഖം നേടാൻ കഴിയും എന്നർത്ഥം. ശ്ലോകം 24. യോന്ത സുഖോന്തരാരാമ തഥാന്തർജ്യോതിരേവ യഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. അന്വയം: യഃ അന്തഃ സുഖഃ, യാതൊരുവൻ ആത്മാവിൽ സുഖിക്കുകയും, അന്തരാരാമഃ, അതിൽ തന്നെ വിഹരിക്കുകയും, തഥാ യഃ അന്തർജ്യോതിഃ ഏവ, അപ്രകാരം തന്നെ ആത്മപ്രകാശത്തെ കാണുന്നുവോ, സഹ യോഗി ബ്രഹ്മഭൂതഃ ബ്രഹ്മനിർവാണം അധിഗച്ഛതി. ആ യോഗി ബ്രഹ്മമായി ഭവിച്ചിട്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു. അതായത്, യാതൊരുവൻ ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്തുകയും വിഹരിക്കുകയും ആത്മപ്രകാശത്തെ കാണുകയും ചെയ്യുന്നുവോ, ആ യോഗി ബ്രഹ്മമായി ഭവിച്ച് ബ്രഹ്മനിർവാണത്തെ, അതായത് മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അന്തർജ്യോതി എന്നാൽ പ്രകാശരൂപമായ ആത്മാവ് തന്നെയാണ്. ഇനി ശ്ലോകം 25. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. അന്വയം: ക്ഷീണകൽമഷാഃ, പാപം നശിച്ചവരും, ഛിന്നദ്വൈതാഃ, സംശയങ്ങളെല്ലാം നീങ്ങിയവരും, യഥാത്മാനഃ, ആത്മനിയന്ത്രണം സാധിച്ചവരും, സർവഭൂതഹിതേ രതാഃ, സകല ജീവികളുടെയും നന്മയിൽ താൽപ്പര്യമുള്ളവരുമായ ഋഷയഃ ബ്രഹ്മനിർവാണം ലഭന്തി, ഋഷികൾ ബ്രഹ്മനിർവാണത്തെ നേടുന്നു. അതായത്, പാപം നശിച്ചവരും, സംശയങ്ങളെല്ലാം തീർന്നവരും, ആത്മനിയന്ത്രണം സാധിച്ചവരും, സർവജീവികളുടെയും നന്മയിൽ തൽപരരുമായ ഋഷികൾ ബ്രഹ്മസായുജ്യത്തെ അഥവാ മോക്ഷത്തെ പ്രാപിക്കുന്നു. ശ്ലോകം 26. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. അന്വയം: കാമക്രോധവിയുക്താനാം, കാമക്രോധങ്ങളിൽ നിന്ന് മുക്തരായവരും, യതചേതസാം, മനസ്സിനെ നിയന്ത്രിച്ചവരും, വിദിതാത്മനാം യതീനാം, ആത്മജ്ഞാനം നേടിയവരുമായ യതികൾക്ക് ബ്രഹ്മനിർവാണം അഭിതഃ വർത്തതേ, ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ പരമശാന്തി ചുറ്റും സ്ഥിതി ചെയ്യുന്നു. അതായത്,
കാമക്രോധങ്ങളിൽ നിന്ന് മുക്തരായവരും മനസ്സിനടക്കിയവരും ആത്മജ്ഞാനികളുമായ യതികൾക്ക് ബ്രഹ്മാനന്ദം എങ്ങും നിറഞ്ഞിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മുക്തരായെന്ന് സാരം. ഇന്ദ്രിയ നിഗ്രഹമാണ് ബ്രഹ്മനിർവ്വാണത്തിലേക്കുള്ള വാതിൽ. ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള ശ്രമമെങ്കിലും നടത്താതിരിക്കുന്നത് അതിനായി നേടിയെടുത്ത ജന്മത്തെ തന്നെ പാഴാക്കലാണ് എന്ന് തിരിച്ചറിയുമല്ലോ. ഭഗവാൻ അതിനെക്കുറിച്ച് തുടർന്ന് വിവരിക്കുന്നത് തുടർന്നുള്ള ലക്കങ്ങളിലൂടെ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.